ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ അനദർ ലൈവ് സെഷൻ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ MMPC 012 എന്ന് പറയുന്ന പേപ്പർ, നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാലും എല്ലാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് MMPC 012 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആ പേര് പോലെ തന്നെ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്ട്രാറ്റജി എന്താണ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്തൊക്കെയാണ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പേപ്പറാണ്, നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതൊന്ന് നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേപ്പറിൽ നമ്മൾ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യണേ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ സ്ട്രാറ്റജി, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ട്രാറ്റജി? ആ സ്ട്രാറ്റജീനെ നമ്മളുടെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസുമായിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? Strategy is a long-term plan designed to achieve an organization's goals and objectives. എന്താ പറയണത്? അതായത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ലോങ് ടേമിലോട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഓക്കെ, സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്ലാൻ ആണ്. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്? ടു അച്ചീവ് ആൻ ഓർഗനൈസേഷൻസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷന്റെ ഗോൾസും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലോങ് ടേം പ്ലാനിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് യൂട്ടിലൈസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി, റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ ചേഞ്ചസ് ആൻഡ് ഗെയിൻ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പൊ ഇത് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർഗനൈസേഷൻ ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ ചേഞ്ചുകളോട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാനും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രാറ്റജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം പ്ലാൻ ആണ്. അപ്പൊ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? ഡിസൈഡ് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട് അല്ലേ? നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലോങ് ടേം പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മളുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും നമ്മുടെ എൻവയോൺമെന്റൽ ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യാനും നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് സ്ട്രാറ്റജീസ് നമ്മൾ മെയിൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് 3 ലെവൽസിലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ കോർപ്പറേറ്റ് ലെവൽ ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് ലെവൽ ഉണ്ട്, അതേപോലെ തന്നെ ഫങ്ഷണൽ ലെവൽ വരുന്നുണ്ട്. ഇങ്ങനെ 3 സ്ട്രാറ്റജീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം പ്ലാൻ ആണ് എന്ന് പറഞ്ഞൂല്ലേ. അപ്പൊ അതിൽ നമുക്ക് 3 ലെവൽസിൽ നമ്മൾ സ്ട്രാറ്റജീസ് കൊണ്ടുവരാറുണ്ട്. കോർപ്പറേറ്റ് ലെവല്, അതേപോലെ തന്നെ ബിസിനസ് ലെവല്, അതേപോലെ തന്നെ ഫങ്ഷണൽ ലെവല്. സോ നമുക്ക് അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം? കോർപ്പറേറ്റ് ലെവലിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ മേ ബി ഇത് നമ്മളോട് ചോദിക്കാം, ഏതൊക്കെ ലെവൽസിലാണ് വരുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പൊ എന്താണ് ഈ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രാൻഡ് സ്ട്രാറ്റജി. എന്താ പറയണത്? അതായത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി ആണ് അല്ലെ? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി ആണ് നമ്മളുടെ ഒരു കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്നുള്ള പേരിലും എന്ത് ചെയ്യാറുണ്ട്? ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ സ്ട്രാറ്റജി ആണ്. ഇത് നമ്മളുടെ ഓർഗനൈസേഷനകത്ത് നമ്മൾ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്.
സോ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. എന്താണ് ഈ ഒരു സ്ട്രാറ്റജീസ് മെയിൻ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിഇഒ, അതേപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സിഇഒസ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് സിഇഒസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവര് ഫോർമുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മളുടെ എന്തിനോട് ഉദ്ദേശിക്കുന്നത്, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ്ലി ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനെ മൊത്തത്തിലായിരിക്കും. മൊത്തത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ലെവലിലും ഓരോ പോലെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലെവലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഡിസൈഡ് വിച്ച് ബിസിനസ് ടു എൻ്റർ, കണ്ടിന്യൂ ഓർ എക്സിറ്റ്. അതായത് നമ്മളിവിടെ തീരുമാനിക്കുകയാണ് ഏതൊക്കെ ബിസിനസ്സിലോട്ട് നമ്മളെ എൻ്റർ ചെയ്യണം, അതേപോലെ തന്നെ ഏതൊക്കെ ബിസിനസ്സിലോട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, ഏതിൽ നിന്നൊക്കെ നമ്മൾ എക്സിറ്റ് ആവണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ലോങ് ടേം ആൻഡ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കും. ഈ ഒരു സ്ട്രാറ്റജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇത് ലോങ് ടേം ആയിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അതാണ് നമുക്ക് എന്തായിട്ട് പറയാനുള്ളത്, നമ്മളുടെ ഫസ്റ്റിലുള്ള കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ്ലി അതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഹൈ റിസ്ക്കും അതേപോലെ തന്നെ ഹൈ ഇൻവെസ്റ്റ്മെന്റും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി ആണ്. ഈ ഒരു കോർപ്പറേറ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജിനെ നമ്മൾ ഗ്രാൻഡ് സ്ട്രാറ്റജി എന്നുള്ള പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർഗനൈസേഷനെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് ബിസിനസ്സിൽ നമ്മൾ എൻ്റർ ചെയ്യണം, ഏതിൽ കണ്ടിന്യൂ ചെയ്യണം, ഏതിൽ എക്സിറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ ഈ ഒരു കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയാണ്. അതേപോലെ തന്നെ മെർജേഴ്സ് ആൻഡ് അക്യൂസിഷൻ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയാണ്. പിന്നെ അതേപോലെ തന്നെ വരുന്ന അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പാൻഷൻ ഇൻ ടു ന്യൂ ഇൻഡസ്ട്രീസ്, പുതിയ ഇൻഡസ്ട്രീസിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ റീസ്ട്രക്ചറിങ്, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജി, ദാറ്റ് ഈസ് കോൾഡ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി അല്ലെ. ഇനി സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ, ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഫോർ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് ഓർ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് സ്ട്രാറ്റജിനെയാണ് നമ്മൾ എന്തായിട്ട് പറയണത്, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റോ അല്ലെങ്കിൽ ഡിവിഷൻ മാനേജേഴ്സോ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇവിടെ ഫോക്കസ് ഓൺ കോമ്പീറ്റിംഗ് സക്സസ്ഫുള്ളി ഇൻ എ പെർട്ടിക്കുലർ മാർക്കറ്റ്, ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ സക്സസ്ഫുള്ളി കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. ദെൻ ഡിറ്റർമൈൻസ് ഹൗ ടു അച്ചീവ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, നമുക്ക് എങ്ങനെയൊക്കെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി, അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി, ഫോക്കസ് സ്ട്രാറ്റജി, മാർക്കറ്റ് സെഗ്മെന്റേഷൻ സ്ട്രാറ്റജി, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ആയിരുന്നു. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആണ്. ഇനി നമ്മളുടെ തേർഡ് ലെവൽ എന്ന് പറയുന്നത് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയാണ്. എന്താണ്, ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയാണ് നമ്മുടെ മൂന്നാമത്തെ ലെവൽ ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫങ്ഷണൽ ലെവൽ ഓഫ് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് റിലേറ്റഡ് ടു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിഫറെന്റ്
ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷണൽ ഏരിയാസ് വരുന്നുണ്ട്. അപ്പൊ ആ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്, ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷണൽ ഏരിയനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്ട്രാറ്റജീനെയാണ് നമ്മൾ എന്തായിട്ട് പറയണത്, ഫംഗ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായിട്ട്, ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷണൽ ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും. സോ അതിന്റെ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഫങ്ഷണൽ മാനേജേഴ്സ്. ഇത് നമ്മൾ എന്താ പറയുക, ഡെവലപ്പ് ചെയ്യുന്നത് ആരായിരിക്കും, ഫങ്ഷണൽ മാനേജേഴ്സ് ആയിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഫോക്കസ് ഓൺ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. ഇവിടെ നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ദെൻ പറയുന്നു ഷോർട്ട് ടേം ആൻഡ് ടാക്ടിക്കൽ ഇൻ നാച്ചർ ആണ്. ഇത് വളരെ ഷോർട്ട് ടേമിലോട്ടുള്ള ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള നാച്ചർ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഫങ്ഷണൽ ഏരിയാസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഈ ഒരു ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസിനെയും അതേപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 3 ലെവൽസ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ 3 ലെവൽസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, അതിന്റെ ലെവൽസ് കാര്യങ്ങളാണ്. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി ഗിവിംഗ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, സ്ട്രാറ്റജീസിനുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മളോട് നെക്സ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രാറ്റജി എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോങ് ടേമിലോട്ടുള്ള ഒരു പ്ലാൻ ആണ്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ബാക്കി കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ നോക്കുന്ന സമയത്ത് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രാറ്റജി റെഫേഴ്സ് ടു എ കോംപ്രഹെൻസീവ് പ്ലാൻ ഡിസൈൻഡ് ടു അച്ചീവ് ലോങ് ടേം ഓർഗനൈസേഷണൽ ഗോൾസ് ബൈ എഫക്റ്റീവ്ലി യൂട്ടിലൈസിംഗ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് റെസ്പോണ്ടിങ് ടു ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. എന്താ പറയണത്, അതായത് എന്താ പറയാ, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഓക്കെ, ആ കോംപ്രഹെൻസീവ് പ്ലാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ടു അച്ചീവ് ലോങ് ടേം ഓർഗനൈസേഷണൽ ഗോൾസ്. നമ്മുടെ ലോങ് ടേമിലോട്ടുള്ള ഓർഗനൈസേഷണൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കോംപ്രഹെൻസീവ് പ്ലാനുകളാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെന്താ ചെയ്യണത്, ബൈ എഫക്റ്റീവ്ലി യൂട്ടിലൈസിംഗ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് റെസ്പോണ്ടിങ് ടു ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെന്റ്. അതായത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിനകത്ത് വരുന്ന ചേഞ്ചസിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലോങ് ടേം ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോംപ്രഹെൻസീവ് പ്ലാനുകളാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇന്ന് കാണുന്ന ടെക്നോളജീസ് അല്ല നാളെ വരുന്നത്, ഇന്നുള്ള ഒരു എൻവയോൺമെന്റ് അല്ല നാളെ ഉണ്ടാവുന്നത്. ഓരോ നിമിഷത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലക്സിറ്റിയിൽ നമ്മൾ ഓപ്പറേഷൻസ് നടത്തി ബിസിനസ് ഒക്കെ റൺ ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ ആ ഒരു റിസോഴ്സസ്, നമുക്ക് ആകെ കുറച്ച് റിസോഴ്സേ ഉള്ളൂ, ആ റിസോഴ്സ് ഒക്കെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും നമ്മുടെ എന്താ പറയാ നമുക്ക് ഓർഗനൈസേഷന്റെ ഗോളുകൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുകയൊക്കെ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ഡയറക്ഷൻ ടു ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഹെൽപ്പ് ഇറ്റ് ഗെയിൻ എ കോമ്പറ്റീറ്റീവ് advantage. Strategic decisions are generally made by top management and have a significant impact on the organization's future. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയാ, നമുക്കൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പൊ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ആ ഗോൾ അച്ചീവ് ചെയ്യാനാണ് ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത് അല്ലെ. പക്ഷെ അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പൊ ആ ഒരു ഡയറക്ഷൻ നമ്മുടെ ഓർഗനൈസേഷന് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ് എല്ലാം തന്നെ ജനറലി എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് എടുക്കുന്നുണ്ടാവുക. കാരണം
അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചറുമായിട്ട് എപ്പോഴും അവരാണ് കൂടുതലായിട്ട് പ്ലാനിങ് കാര്യങ്ങൾ നടത്തുന്നത് അല്ലെ. അവർ പറയുന്ന ഡ്യൂട്ടീസ് ആണ് ആസ് ആൻ എംപ്ലോയി എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ചെയ്യുക. പക്ഷെ സിഇഒസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്ന രീതിക്കായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജീസ് എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, നമ്മളുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒന്നുമില്ല, സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ടേമിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ, അതാണ് നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയുടെ വേരിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫീച്ചർ ആയിട്ട് പറയണത് എന്താ നോക്കിക്കേ, ലോങ് ടേം ഓറിയന്റേഷൻ ആണ് നമ്മളുടെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയണം. നമ്മൾ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അത് എന്താന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. അല്ലാതെ എല്ലാ പോയിന്റും കൂടെ കാണാതെ പഠിക്കാനൊന്നും നിൽക്കണ്ട. അതെന്താ സ്ട്രാറ്റജി എന്താന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു ലോങ് ടേമിലായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. നമുക്ക് ഡയറക്ഷൻ തരുന്നുണ്ട്. സിഇഒസ് ആണ് മെയിൻ ആയിട്ട്, ടോപ്പ് മാനേജ്മെന്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ചേഞ്ചസിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതിനെ തന്നെ നമ്മൾ പോയിന്റ്സ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സ് ആയിട്ട് മാറി. സോ നമുക്ക് എന്തായാലും കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ഓറിയന്റേഷൻ ആണ്. അപ്പൊ എന്താ ഈ ലോങ് ടേം ഓറിയന്റേഷൻ എന്ന് പറയുന്നത്? സ്ട്രാറ്റജി ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് റാദർ ദാൻ ഷോർട്ട് ടേം ഗെയിൻസ്. ഇറ്റ് ഗൈഡ് ദ ഓർഗനൈസേഷൻ ടുവേർഡ് ഇറ്റ്സ് ഫ്യൂച്ചർ വിഷൻ ആൻഡ് മിഷൻ. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവുകള് അച്ചീവ് ചെയ്യുക എന്നുള്ളതിനാണ്. അല്ലാതെ നമ്മൾ ഷോർട്ട് ടേമിലോട്ടുള്ള ഒരു ഗെയിൻ ഉണ്ടാക്കണതിന്, ഒരു പ്ലാൻ ഉണ്ടാക്കണതിന് നമ്മൾ എന്തായിട്ട് പറയില്ല, സ്ട്രാറ്റജി ആയിട്ട് പറയില്ല. നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തെടുക്കുക, ഓർഗനൈസേഷൻ ടുവേഴ്സ് ഇറ്റ്സ് ഫ്യൂച്ചർ വിഷൻ ആൻഡ് മിഷൻ. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഫ്യൂച്ചർ വിഷനും മിഷനും ഒക്കെ ഉള്ള ഒരു ഗൈഡ് ആയിട്ട് നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജിയിലെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഇതിനൊരു ലോങ് ടേം ഓറിയന്റേഷൻ വരുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണ്, ഗോൾ ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. എന്താ ഈ ഗോൾ ഓറിയന്റഡ് ആണ് എന്ന് പറയുന്നത്? എവറി സ്ട്രാറ്റജി ഈസ് ഡെവലപ്ഡ് to achieve specific organizational goals and objectives. It provide a clear direction for all activities. ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഏതൊരു സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ഗോളും ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയർ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജീസിന്റെ മെയിൻ ആയിട്ട് വരുന്ന അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ കോംപ്രഹെൻസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രാറ്റജി കവേഴ്സ് ഓൾ മേജർ ഫംഗ്ഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ സച്ച് ആസ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇറ്റ് ഇന്റഗ്രേറ്റ് ദീസ് ഫംഗ്ഷൻസ് ടു അച്ചീവ് കോമൺ ഗോൾസ്. അല്ലെ, അതായത് കോംപ്രഹെൻസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പൊ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മേജർ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട്. ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്തിനെ സ്ട്രാറ്റജീസിന് എന്തായിട്ട് പറയുന്നത്, അതൊരു കോംപ്രഹെൻസീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതാണ്. പിന്നെ പറയുന്നത് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുമ്പോൾ ബിസിനസ് എൻവയോൺമെന്റ്സ് കോൺസ്റ്റന്റ്ലി ചേഞ്ച് ഡ്യൂ ടു ടെക്നോളജിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. ദെർഫോർ സ്ട്രാറ്റജീസ് മസ്റ്റ് ബി അഡാപ്റ്റബിൾ ആൻഡ് ഫ്ലെക്സിബിൾ. എന്താ പറയണത്? പിന്നെ പറയണത് നമ്മുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ടെക്നോളജിയിലും അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ളതും സോഷ്യൽ ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ചേഞ്ചുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സ്ട്രാറ്റജീസ് അഡാപ്റ്റബിൾ ആക്കിക്കൊണ്ട് ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ട് ഇരിക്കാൻ നമുക്ക് പറ്റണം. അതായത് ഇപ്പൊ നമ്മളൊരു സ്ട്രാറ്റജി എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഗനൈസേഷൻ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം നമുക്ക് ആ സ്ട്രാറ്റജി തന്നെയാണ് എന്നുള്ളതൊന്നും അർത്ഥമില്ല. നമുക്ക് വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ട്രാറ്റജീസിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തായിട്ട് പറയുന്നത്, സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ ആണ് എന്ന്
പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. എ സ്ട്രാറ്റജി എയിംസ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ റൈവൽസ് ബൈ ഓഫറിംഗ് സുപ്പീരിയർ വാല്യൂ ടു കസ്റ്റമേഴ്സ്. അതായത് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ മാത്രമല്ല മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നത് അല്ലെ, ഒരുപാട് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. സോ അവരിൽ നിന്ന് നമുക്ക് എന്താണ് മാറ്റമുള്ളത്, നമ്മൾ എങ്ങനെ അവരിൽ നിന്ന് ഒന്നും കൂടി അടിപൊളിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്ട്രാറ്റജീനെ വെച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് മറ്റുള്ള ഫേമിനെക്കാട്ടിലും ഒന്നും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഫീച്ചറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ആ മീനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ആ സ്ട്രാറ്റജി എന്താന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സേ ഉള്ളൂ. നമുക്ക് അതിന്റെ മാത്രമല്ല കേട്ടോ, ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പോയിന്റ്സ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ആയി. പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പഠിക്കും, വായിച്ചു നോക്കുമല്ലോ. അപ്പൊ അതിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഫസ്റ്റ് രണ്ടെണ്ണം ഒക്കെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ അടിപൊളിയാക്കിയിട്ട് എഴുതുക. ബാക്കിയൊക്കെ നമുക്ക് ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിക്കോളൂ, യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, സോ അതാണ് നമുക്ക് അവിടെ സ്ട്രാറ്റജീന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇൻ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് വരുന്ന റോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റോളിലോട്ട് പോണതിന്റെ മുന്നേ നമുക്ക് ആദ്യം എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ളത് നോക്കാം. അപ്പൊ സ്ട്രാറ്റജി എന്താണ്, അതിന്റെ ലെവൽസ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പൊ നമുക്കിനി എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് എനേബിൾ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. എന്താ പറയണത്? അതായത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ് ആണ്. ഓക്കെ, ആ പ്രോസസ്സിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്ട്രാറ്റജീസിനെ ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിംഗ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് എഫക്റ്റീവ്ലി ടു ഗെയിൻ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റുകൾ അനലൈസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. In today's dynamic business environment, strategic management plays a crucial role in ensuring organizational success and സസ്റ്റൈനബിലിറ്റി. അപ്പൊ നമ്മുടെ ഈ ഒരു ഡൈനാമിക് ബിസിനസ് എൻവയോൺമെന്റിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്ത് പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റോൾ ഇൻ എൻഷുറിംഗ് ഓർഗനൈസേഷണൽ സക്സസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓർഗനൈസേഷന്റെ അകത്ത് പ്ലേ ചെയ്യുന്ന റോളുകൾ മീൻസ് മീനിങ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ റോളാണ് അവർ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് ഒരു ക്ലിയർ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താ ഈ ക്ലിയർ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്? സോ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം പ്രൊവൈഡ് ക്ലിയർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് ഡിഫൈൻ ദെയർ വിഷൻ, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് എ റോഡ് മാപ്പ് ഫോർ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ടു വർക്ക് ടുവേഴ്സ് കോമൺ ഗോൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർഗനൈസേഷന്റെ വിഷൻ, അതേപോലെ തന്നെ മിഷൻ, ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ
ഓർഗനൈസേഷനെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ റോഡ് മാപ്പ് ഫോർ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ടു വർക്ക് ടുവേർഡ് കോമൺ ഗോൾസ്. നമ്മുടെ കോമൺ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യണം, അപ്പൊ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇതിനൊരു മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ റോളായിട്ടുള്ള പ്രൊവൈഡ് ക്ലിയർ ഡയറക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് രണ്ടാമത്തെ റോളായിട്ട് പറയുന്നത്. അപ്പൊ ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്. മാനേജേഴ്സ് ക്യാൻ ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ചൂസ് ആക്ഷൻസ് ദാറ്റ് സപ്പോർട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്താ പറയണത്? രണ്ടാമതായിട്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ഡിസിഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അപ്പൊ ഓരോ ഇൻഫർമേഷൻസ് നോക്കിയിട്ട് ഓരോ ആൾട്ടർനേറ്റീവ്സ്, ഇപ്പൊ നമുക്കൊരു കാര്യം ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പല പല രീതികളിൽ അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഓരോന്നും നോക്കിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന്, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് എൻഹാൻസസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എൻഹാൻസസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻസ് യൂസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ടു ഐഡന്റിഫൈ ദെയർ സ്ട്രെങ്ത് ആൻഡ് എക്സ്പ്ലോയിറ്റ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ദീസ് ഹെൽപ്പ് ദം ഗെയിൻ ആൻ അഡ്വാൻറ്റേജ് ഓവർ കോമ്പറ്റീറ്റേഴ്സ്. എന്താ പറയണത്? അതേപോലെ തന്നെ നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓർഗനൈസേഷനുള്ള സ്ട്രെങ്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ട് നമ്മളുടെ എന്താ പറയാ അഡ്വാൻറ്റേജ് നമ്മുടെ ഡിസിഷൻസ് എടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടിലും ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടിലും കൂടുതൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് എൻഹാൻസസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ ആണ്. അപ്പോൾ എന്താ ഫെസിലിറ്റേറ്റ് എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ് ഫിനാൻഷ്യൽ, ഹ്യൂമൻ ആൻഡ് ടെക്നോളജിക്കൽ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് എഫക്റ്റീവ്ലി ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, അപ്പൊ ഫെസിലിറ്റേറ്റ്സ് എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സുകൾ ഉണ്ട്, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ റിസോഴ്സുകൾ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള റിസോഴ്സുകളെ എല്ലാം തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാനൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഫെസിലിറ്റേറ്റ് എഫിഷ്യന്റ് റിസോഴ്സ് അലോക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഇംപ്രൂവ്സ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈ അലൈനിങ് ആക്ടിവിറ്റീസ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഓവറോൾ പെർഫോമൻസ്. എന്താ പറയണത്? പിന്നീട് പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസിനെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, നമ്മുടെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഓവറോൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇംപ്രൂവ്സ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഓർഗനൈസേഷന്റെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൽ അവര് പ്ലേ ചെയ്യുന്ന റോളുകളാണ്. അപ്പൊ ഒന്ന് പറഞ്ഞു നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് അലോക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് അഡാപ്റ്റ് ടു ചേഞ്ച് ആണ് അല്ലെ. ഇപ്പൊ ബിസിനസ്
ബിസിനസ് എൻവയോൺമെന്റ് ഈസ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ആൻഡ് ചേഞ്ചിങ് കസ്റ്റമർ പ്രിഫറൻസസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് റെസ്പോണ്ട് എഫക്റ്റീവ്ലി ടു ദീസ് ചേഞ്ചസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ, ഇത്ര വട്ടം ഞാനത് തന്നെ പറഞ്ഞു. അതായത് നമ്മുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് പുതിയ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ വരുന്നുണ്ട്, എക്കണോമിക്കൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്രയധികം അത്യാവശ്യമാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്ലേ ചെയ്യുന്ന റോളുകൾ എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സ്ട്രാറ്റജി, അതിന്റെ ലെവല്, അതിന്റെ ഫീച്ചേഴ്സ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ റോള്, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു വന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. വാട്ട് ആർ ദ 3 types ഓഫ് റിസോഴ്സസ്, ഡിസ്കസ് ഹൗ ദേ ഡിഫറൻഷിയേറ്റ് ദംസെൽഫ്, കോമ്പിറ്റൻസീസ് ഓർ കോർ കോമ്പിറ്റൻസീസ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് 3 കാര്യങ്ങളാണ്. റിസോഴ്സ്, അതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിസോഴ്സ് എന്താണ്, അതേപോലെ തന്നെ നമ്മളുടെ കോമ്പീറ്റൻസി എന്താണ്, കോർ കോമ്പീറ്റൻസി എന്താണ് എന്നാണ് നമ്മളോട് 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കാം. അപ്പൊ ഞാൻ എല്ലാം കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഇൻവോൾവ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് എല്ലാം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് റിസോഴ്സ് എന്നുള്ളത് പഠിക്കാം, പിന്നെ നമുക്ക് കോമ്പീറ്റൻസിയിലോട്ടും കോർ കോമ്പീറ്റൻസിയിലോട്ടൊക്കെ പോവാം. അപ്പൊ ആദ്യം എന്താ റിസോഴ്സസ് എന്ന് പറയുന്നത്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യമല്ലേ റിസോഴ്സ് എന്ന് പറയുന്നത്. റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ അസെറ്റ്സ് available to an organization that help it achieve its objectives and gain a competitive advantage. എന്താ പറയണത്, അതായത് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റുകളാണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഓർഗനൈസേഷന് എന്തുണ്ട്, അസറ്റുകളുണ്ട്. ആ അസറ്റുകൾ, ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള അസറ്റുകൾ ഏതൊക്കെയാണോ ആ അസറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിസോഴ്സസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് അവൈലബിൾ ആയിട്ടുള്ള അസറ്റുകളാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേരിയസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റിസോഴ്സുകൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഫിസിക്കൽ റിസോഴ്സസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിസിക്കൽ റിസോഴ്സസ് ആർ ടാഞ്ചിബിൾ അസറ്റ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓപ്പറേഷൻസ്. എന്താണ്, അതായത് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഞ്ചിബിൾ അസറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ബിസിനസ് ഓപ്പറേഷൻസിനകത്ത് എന്തൊക്കെ ടാഞ്ചിബിൾ അസറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ എന്തായിട്ടാണ് പറയുക, ഫിസിക്കൽ റിസോഴ്സസ് ആയിട്ടാണ് പറയുക. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെന്റ്, വെഹിക്കിൾസ്, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ നമുക്ക് ഫിസിക്കൽ അസറ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെന്റ്, വെഹിക്കിൾസ് ഒക്കെയാണ്. ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ നോളജ്, സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് ടാലന്റ് ഓഫ് എംപ്ലോയീസ്. അല്ലെ, എംപ്ലോയീസിന്റെ നോളജ്, അവരുടെ സ്കില്ല്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ടാലന്റ്, അതിനൊക്കെയാണ് നമ്മൾ എന്തായിട്ട് പറയണത്, ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനേജീരിയൽ സ്കില്ല്, അതേപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, ലീഡർഷിപ്പ് എബിലിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, ഇതൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ നോളജ്, സ്കിൽ, എക്സ്പീരിയൻസ് ആൻഡ് ടാലൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ നോളജ്, എംപ്ലോയീസിന്റെ സ്കില്ല്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ടാലന്റ്, ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇൻക്ലൂഡ് ദ ഫണ്ട് അവൈലബിൾ ഫോർ റണ്ണിങ് ആൻഡ് എക്സ്പാൻഡിങ് ദ ബിസിനസ്. ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ, ആ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ, അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള പൈസ, ഫണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ക്യാപിറ്റൽ, ക്യാഷ്, ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ബിസിനസിന്റെ അസറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ റിസോഴ്സും കോമ്പീറ്റൻസിയും കോർ കോമ്പീറ്റൻസിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ റിസോഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, നമ്മുടെ ബേസിക് അസറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള അസറ്റുകൾ അല്ലെങ്കിൽ ഇൻപുട്ടുകളാണ് എന്തെന്ന് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയുന്നത്. അത്
ഫിസിക്കൽ ആവാം, ഹ്യൂമൻ ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആവാം. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബിൽഡിംഗ്, മെഷീൻസ്, എംപ്ലോയി, ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് റിസോഴ്സ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി നമ്മൾ പറയാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് കോമ്പീറ്റൻസി. എന്താണ് കോമ്പീറ്റൻസീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോമ്പീറ്റൻസീസ് ആർ ദ ഓർഗനൈസേഷൻസ് എബിലിറ്റി ടു യൂസ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ റിസോഴ്സസ് ഇല്ലേ, ഈ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷന്റെ എബിലിറ്റിയാണ് കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. ദേ റെപ്രസെന്റ് ഹൗ വെൽ ആൻ ഓർഗനൈസേഷൻ പെർഫോം ആക്ടിവിറ്റീസ്. അപ്പൊ ഇതിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രത്തോളം നല്ല രീതിയിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കോമ്പീറ്റൻസിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവുക, റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ദേ ആർ ക്രിയേറ്റഡ് ബൈ കമ്പൈനിങ് റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. അപ്പൊ നമ്മുടെ റിസോഴ്സസും ക്യാപ്പബിലിറ്റീസും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും ഈ കോമ്പീറ്റൻസീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദേ ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പീറ്റൻസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു കോമ്പീറ്റൻസി ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കോമ്പീറ്റൻസിയാണ്. സ്കിൽഡ് ടീച്ചിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കോമ്പീറ്റൻസിയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ആ റിസോഴ്സസിനെ എത്രത്തോളം നല്ല രീതിയിൽ, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നു, അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കോർ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. ഓക്കെ, അപ്പൊ കോർ കോമ്പീറ്റൻസീസ് ആർ യുണീക്ക് സ്ട്രെങ്ത് ദാറ്റ് പ്രൊവൈഡ് എ ലോങ് ടേം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു ലോങ് ടേം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ യുണീക്ക് ആയിട്ടുള്ള കുറെ സ്ട്രെങ്ത്തുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള സ്ട്രെങ്ത്തുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോർ കോമ്പീറ്റൻസീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ ഡിഫിക്കൽട്ട് ഫോർ കോമ്പറ്റീറ്റേഴ്സ് ടു ഇമിറ്റേറ്റ്. അപ്പൊ നമുക്ക് മാത്രമുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു സംഭവത്തിനെ വേറൊരു കോമ്പറ്റീറ്റർക്ക് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള നമ്മളുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, റെയർ ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള, സുപ്പീരിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കോർ കോമ്പീറ്റൻസീസിനകത്ത് വരുന്നുണ്ടാവുക. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു സ്ട്രോങ് ഇന്നോവേഷൻ കാപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ഉണ്ട്, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഒരു ബ്രാൻഡാണ്, അതൊക്കെ നമുക്ക് മാത്രമുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള യുണീക്ക് ആയിട്ട് ഒരു ഓർഗനൈസേഷനകത്ത് വരുന്ന സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോർ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് റിസോഴ്സസ്, അതിന്റെ ടൈപ്പ് നോക്കി, എന്താണ് കോമ്പീറ്റൻസി എന്നുള്ളത് പഠിച്ചു, എന്താണ് കോർ കോമ്പീറ്റൻസീസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ക്യാൻ വൺ അനലൈസ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, അതിന്റെ പ്രോസസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ചോദിക്കാം, എന്താണ് EEA അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കാം. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ എക്സാമിൻ ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. It help managers identify opportunities and threats and formulate effective strategies. അപ്പോൾ ഇത് നമ്മുടെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടായിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് കൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാനുമാണ് നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സിൻസ് ദീസ് ഫാക്ടേഴ്സ് ആർ ബിയോണ്ട് ദ ഓർഗനൈസേഷൻസ് കൺട്രോൾ, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ലോങ് ടേം സക്സസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ ആണ് അല്ലെ, നമ്മുടെ ഓർഗനൈസേഷൻ അകത്തുള്ള ഫാക്ടേഴ്സ് അല്ല, പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് മോണിറ്റർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് നടത്തുന്നത്, അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്കാനിങ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാം, എന്താ ചെയ്യാ, എൻവയോൺമെന്റൽ സ്കാനിങ്. അപ്പൊ എന്താണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഓർഗനൈസേഷൻ collect information about external factors from
sources such as internet, newspapers, magazine, government report. Okay, അപ്പോൾ എൻവയോൺമെന്റൽ സ്കാനിങ് ആണ് നമ്മളുടെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റൽ സ്കാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക. നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും, ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടും, മാഗസീനിൽ നിന്ന് കിട്ടും, ഗവൺമെന്റ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ് ആയിട്ട് പറയുന്നത് എൻവയോൺമെന്റൽ സ്കാനിങ്. രണ്ടാമതായിട്ട് പറയുന്നത് അസിമിലേഷൻ ആണ്. അസിമിലേഷൻ എന്ന് പറയുമ്പോൾ ദ കളക്ടഡ് ഇൻഫർമേഷൻ ഈസ് അനലൈസ്ഡ് ടു ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അല്ലേ. അപ്പൊ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് വെക്കും. അപ്പൊ ഈ അനലൈസ് ചെയ്ത് വെച്ചതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെയാണ് നമ്മുടെ ത്രെഡ്സ് എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് ഇവാലുവേഷൻ നടത്തുന്നതാണ്. ദ ഐഡന്റിഫൈഡ് ഫാക്ടേഴ്സ് ആർ ഇവാലുവേറ്റഡ് ടു ഡിറ്റർമൈൻ ദെയർ ഇമ്പാക്ട് ഓൺ ദ ഓർഗനൈസേഷൻ ആൻഡ് സപ്പോർട്ട് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ ഓരോ ഫാക്ടേഴ്സും നമ്മുടെ ഓർഗനൈസേഷനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. അതാണ് നമ്മളുടെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ 3 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ സ്കാനിങ്, അതേപോലെ തന്നെ അസിമുലേഷൻ, അതേപോലെ തന്നെ ഇവാലുവേഷൻ. ഓക്കെ, സോ നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് പെസൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമുക്ക് വേറെ രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം, ഷോർട്ട് നോട്ട് ആയിട്ടൊക്കെ ചോദിക്കാം. പെസൽ അനാലിസിസ് ആണ് നമ്മുടെ ഒന്നാമത്തത് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഓരോ ലെറ്ററും ഓരോ കാര്യങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫാക്ടേഴ്സ്, ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, എൽ എന്ന് പറഞ്ഞാൽ ലീഗൽ ഫാക്ടേഴ്സ്, ഇ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ പെസൽ അനാലിസിസിനകത്ത് വരുന്ന ഓരോ ലെറ്റേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പെസൽ ഈസ് എ ഫ്രെയിം വർക്ക് യൂസ്ഡ് ടു അനലൈസ് ദ മാക്രോ എൻവയോൺമെന്റ്. അപ്പൊ നമ്മുടെ മാക്രോ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ പുറത്ത് നിൽക്കുന്ന ആ ഒരു ലാർജ് എൻവയോൺമെന്റിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെസൽ എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം വർക്ക്, ഈ ഒരു അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ പി എന്ന് പറയുന്നത് എന്തായിരുന്നു, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് വരുന്നത് ഗവൺമെന്റ് പോളിസീസ്, ടാക്സേഷൻ, ട്രേഡ് റെഗുലേഷൻസ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നുണ്ടാവുക. പിന്നെ വരുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അവിടെ വരുന്നത് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, GDP ഗ്രോത്ത്, അൺഎംപ്ലോയ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ വരുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. കൾച്ചർ, ലൈഫ് സ്റ്റൈല്, പോപ്പുലേഷൻ ട്രെൻഡ്, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സോഷ്യൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നുണ്ടാവുക. ദെൻ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിലോട്ട് വരുന്ന സമയത്ത് ഇന്നോവേഷൻ, ഓട്ടോമേഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് വരിക. ലീഗൽ ഫാക്ടേഴ്സ് ആവുന്ന സമയത്ത് നമ്മുടെ ലേബർ ലോസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്, എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ഒക്കെ വരുന്നുണ്ടാവും. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിലിറ്റി, എക്കോളജിക്കൽ കൺസേൺസ് കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസിനകത്ത് ഉപയോഗിക്കുന്ന പെസൽ അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പൊ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ അനാലിസിസ്, അതാണ് പെസൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടർ ഇവാലുവേഷൻ മെട്രിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, EFE എന്ന് പറയും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ EFE മെട്രിക്സ് ഹെൽപ്പ് ഇവാലുവേറ്റ് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അല്ലെ. നമ്മുടെ പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ഈ ഒരു EFE മെട്രിക്സ് അഥവാ എക്സ്റ്റേണൽ ഫാക്ടർ ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വരുന്ന അടുത്തൊരു ടൂളാണ് സിനാരിയോ പ്ലാനിങ്. അപ്പൊ ഇത് മാത്രമായിട്ട് ഷോർട്ട് ആൻസർ ആയിട്ട് ഷോർട്ട് നോട്ട് ആയിട്ട് നമ്മളോട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സിനാരിയോ പ്ലാനിങ് എന്ന് പറഞ്ഞാല്, സിനാരിയോ പ്ലാനിങ് ഈസ് യൂസ്ഡ് വെൻ ദ ഫ്യൂച്ചർ ഈസ് അൺസേർട്ടിയൻ. അപ്പൊ നമുക്കിപ്പോ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല, അൺസേർട്ടിയൻ ആയിട്ട് കിടക്കാണ്. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സിനാരിയോ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യും, എന്നിട്ട് ഈ ഇഷ്യൂസ് വെച്ചുകൊണ്ടുള്ള ഫ്യൂച്ചർ സിനാരിയോസ് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഓരോന്നിന്റെയും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കമും നമ്മൾ അനലൈസ് ചെയ്യും, എന്നിട്ട് ഓരോ സിനാരിയോസിനും മാച്ച് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. അതാണ് ഈ സിനാരിയോ പ്ലാനിങ്ങിനകത്ത് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ സിനാരിയോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആവുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ആ ഒരു ക്വസ്റ്റിനകത്ത് വരുന്നത്. സോ നമ്മൾ എങ്ങനെയാണ്, എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, അതിന്റെ വേരിയസ് ആയിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ടൂളുകൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഷോർട്ട് നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ 2 കാര്യങ്ങളെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്, രണ്ടാമത്തത് കോസ്റ്റ് ലീഡർഷിപ്പ്. അപ്പൊ ഈ 2 കുറിച്ചിട്ടും ഷോർട്ട് നോട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അതിൽ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. CSFS എന്ന് പറയും, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആർ ദ കീ ഏരിയാസ് ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് സക്സസ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എന്താ പറയുന്നത്, അതായത് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ CSFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് കീ ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ കീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നുണ്ടാവുക, ഈ ഒരു CSFSനകത്ത് വരുന്നുണ്ടാവുക. അപ്പൊ അത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാനും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാനും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഏരിയാസ് ആയിരിക്കും. സോ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ CSFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഏരിയാസ് ഓർ ആക്ടിവിറ്റീസ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്സസ് അച്ചീവ് ചെയ്യാനും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ് പെർഫോമൻസ് ഇൻ ദീസ് ഏരിയാസ് ടു ഓർഗനൈസേഷണൽ സക്സസ് വൈൽ പുവർ പെർഫോമൻസ് ക്യാൻ റിസൾട്ട് ഇൻ ഫെയിലിയർ. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഏരിയാസിൽ നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവും. അതല്ല പുവർ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് ആ ഓർഗനൈസേഷന്റെ സക്സസും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും അച്ചീവ് ചെയ്യാൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും, നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെയും ഡിസിഷൻ മേക്കിങ്ങിനെയും ഗൈഡ് ചെയ്യും, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താ ഈ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് ലീഡർഷിപ്പ് ഈസ് എ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഇൻ വിച്ച് എ കമ്പനി എയിം ടു ബിക്കം ദ ലോവസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇറ്റ്സ് ഇൻഡസ്ട്രി വൈൽ മെയിൻറ്റെയിനിങ് ആക്സെപ്റ്റബിൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി. അതായത് ഓൾറെഡി നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് അതിനൊരു മാക്സിമം ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് വലിയ വിലക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കസ്റ്റമേഴ്സിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവും, മീൻസ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണ്, അതൊരു കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ കമ്പനീസ് എയിം ചെയ്യുന്നത്, ടു ബിക്കം ദ ലോവസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇറ്റ്സ് ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റവും കുറഞ്ഞ രീതിക്ക് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനി ആയിട്ട് മാറുക. അറ്റ് ദ സെയിം ടൈം ഒരു ആക്സെപ്റ്റബിൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി കൂടെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിനെയാണ് നമ്മൾ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രൈസ് കോമ്പറ്റീഷനുമായിട്ട് ഒരുമിച്ച് പോകാൻ, വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് ഫോഴ്സുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്താ കൺസെപ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ എന്താ പറയുക ചെലവിൽ കുറഞ്ഞ വിലയിൽ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കൊടുക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തുകൂടെ നോക്കണം, ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ രണ്ടും നോക്കിക്കൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് ലീഡർഷിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, അതിൽ വരുന്ന ടൈപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നുമില്ല, പേര് പോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ഇതിലിങ്ങനെ നമ്മൾ പോകുക, അതാണല്ലോ ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി
is a growth strategy in which a company enters new lines of business. It is used when growth opportunities in the existing market are limited or when the company want to reduce business risk by operating in different industries. അതായത് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഏത് ബിസിനസ്സിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് നമ്മളൊന്ന് മാറിക്കൊണ്ട് പുതിയതായിട്ടുള്ള ബിസിനസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കുറച്ചും കൂടെ അധികം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസിനകത്ത് വരുന്നത്. അപ്പൊ ഇവിടെ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ ലൈൻസ് ഓഫ് ബിസിനസ്സിനകത്ത് അവ കമ്പനീസ് എൻറ്റർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനും വരുന്നുണ്ട്, അതേപോലെ തന്നെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പൊ ഈ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്നും അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ അതിൽ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കമ്പനി ഓൾറെഡി ഏത് പ്രൊഡക്റ്റിലാണോ അല്ലെങ്കിൽ ഏത് ടെക്നോളജിയിലാണോ ഏത് കസ്റ്റമേഴ്സിനെയാണോ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പുതിയതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പൊ അത് റിലേറ്റഡ് ആണ് ആ പേര് പോലെ തന്നെ. എന്നാൽ അൺറിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പനി ഓൾറെഡി ചെയ്യുന്നതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, എൻട്രി ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഡയറി കമ്പനി, ആ ഡയറി കമ്പനി എന്ത് ചെയ്യാണ്, അവരൊരു ജ്യൂസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. കാരണം ഓൾറെഡി അവരൊരു ഡയറി കമ്പനിയാണ്, സോ അവരൊരു ജ്യൂസ് ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ അൺറിലേറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ കമ്പനി അവരൊരു ഹോട്ടൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കോൺഗ്ലോമറേറ്റ് ആയിട്ട് പറയാം. അപ്പൊ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ ഉള്ള ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതാണ്. അൺറിലേറ്റഡ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ട് കമ്പനി എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, സോ അതാണ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷന്റെ ടൈപ്പ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണ്. അവിടെ കമ്പനീസ് പുതിയ ലൈൻസിലോട്ട് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ടുള്ളതും ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മളോട് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി അതേപോലെ തന്നെ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഇത് രണ്ടിനെ കുറിച്ചിട്ടുമാണ് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, എന്താണ് ഈ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബിസിനസ് സ്ട്രാറ്റജി ഇൻ വിച്ച് ആൻ ഓർഗനൈസേഷൻ കണ്ടിന്യൂ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ് വിതൗട്ട് മേക്കിംഗ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് പ്രൊഡക്ട്സ്, മാർക്കറ്റ്സ് ഓർ ഒബ്ജക്റ്റീവ്സ്. ദ കമ്പനി മെയിൻറ്റെയിൻസ് ഇറ്റ്സ് കറന്റ് ലെവൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി റാദർ ദാൻ പെർസ്യൂവിംഗ് എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആണ്. അതായത് നമ്മൾ പുതിയ പ്രൊഡക്റ്റിലോട്ടോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലോട്ടോ ഒന്നും നമ്മുടെ ബിസിനസ് നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണോ ചെയ്തു ഇത്രയും കാലം എന്താണോ നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്നത് അതേ ഓപ്പറേഷൻസ് നമ്മുടെ ഓർഗനൈസേഷൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സിലാണെങ്കിലും പ്രൊഡക്റ്റിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഒന്നിലും എന്ത് ചെയ്തിട്ടില്ല, യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ്. ബിസിനസ് ഓപ്പറേഷൻസിൽ നമ്മൾ മേജർ ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു മാർക്കറ്റ് ഷെയർ, നമ്മുടെ കറന്റ് മാർക്കറ്റ് ഷെയർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എഫിഷ്യൻസിക്കും പ്രോഫിറ്റബിലിറ്റിക്കും എംഫസൈസസ് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റിലാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ലോവർ റിസ്ക് ആണ് വരുന്നത്. അപ്പൊ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇത്രയും കാലം നമ്മുടെ ബിസിനസ് എന്താണോ അവരെന്ത് പ്രൊഡക്റ്റ് ആണോ എന്ത് ടെക്നോളജി ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അത് തന്നെ അവരെന്ത് ചെയ്യാണ്, ഫോളോ ചെയ്യുന്നതാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A turnaround strategy is a corrective strategy adopted by an organization facing poor performance, declining profit, financial losses or operational ഡിഫിക്കൽട്ടീസ്. അപ്പൊ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം ലൈക്ക് പുവർ പെർഫോമൻസോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യുന്നതോ ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡിഫിക്കൽറ്റിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കറക്റ്റീവ് സ്ട്രാറ്റജീനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു റിവേഴ്സ് ദ നെഗറ്റീവ് ട്രെൻഡ് ആൻഡ് റീസ്റ്റോർ ദ കമ്പനി ടു പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത്. അപ്പൊ ഇവിടുത്തെ
നമ്മുടെ ഈ ഒരു ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ആ ഒരു നെഗറ്റീവ് ട്രെൻഡ് റിവേഴ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനകത്തോട്ട് ഒരു പ്രോഫിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു പുവർ പെർഫോമൻസ് ആണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് അതുകൊണ്ട് ഡിക്ലൈൻ ചെയ്യാൻ മാത്രമേ ചെയ്യണം, ഇൻക്രീസ് ചെയ്യണില്ല. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഓവർകം ചെയ്ത് വരണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് ആണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പനീസ് ലോസോ അല്ലെങ്കിൽ ഡിക്ലൈൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ടേൺ അറൗണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇവിടെ ഇതിനകത്ത് റീസ്ട്രക്ചറിങ്ങും റീഓർഗനൈസേഷനും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രോഫിറ്റബിലിറ്റി റീസ്റ്റോർ ചെയ്യുക, കോമ്പറ്റേറ്റീവ്നെസ് കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. സോ അതാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്താണെന്നുള്ളതും ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്താണെന്നുള്ളതുമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ വരുന്ന നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് കോർ വാല്യൂസും സ്ട്രാറ്റജിക് ഇന്റന്റും. ഇതിനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട്സ് എഴുതാനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കേട്ട് നല്ല പരിചയമുള്ള ഒരു കാര്യമായിരിക്കും കോർ വാല്യൂസ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും അത് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പൊ അതന്നെയാണ് കോർ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ദേ ആർ ദ ബേസിക് ആൻഡ് ലാസ്റ്റിംഗ് ബിലീഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബിലീഫുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോർ വാല്യൂസ് എന്ന് പറയുന്നത്. ദേ ആക്ട് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ കമ്പനി ആൻഡ് ഗൈഡ് ഇറ്റ്സ് ഡിസിഷൻസ്, ബിഹേവിയർ ആൻഡ് കൾച്ചർ. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ ഡിസിഷൻസ് ആണെങ്കിലും ബിഹേവിയർ ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും ഒക്കെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ബിലീഫുകളും അവരുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയാ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ കോർ വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് കോർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കോർ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ബിലീഫ്, അതിനെയാണ് നമ്മൾ കോർ വാല്യൂസ് ആയിട്ട് പറയുന്നത്. ഇനി സ്ട്രാറ്റജിക് ഇന്റന്റ് എന്താന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്ട്രാറ്റജിക് ഇന്റന്റ് റെഫേഴ്സ് ടു ദ ലോങ് ടേം ഡയറക്ഷൻ ആൻഡ് പർപ്പസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ലോങ് ടേം ആയിട്ടുള്ള ഡയറക്ഷനെ അല്ലെങ്കിൽ പർപ്പസിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട് ടു അച്ചീവ് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ഗൈഡ് ഓൾ സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷന് ഫ്യൂച്ചറിലോട്ട് അച്ചീവ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു ലോങ് ടേമിലോട്ടുള്ള അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ലോങ് ടേമിലോട്ടുള്ള അതിന്റെ പർപ്പസിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ് ആയിട്ട് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്ട്രാറ്റജിക് ഇന്റന്റിന്റെ കോമ്പോണന്റുകൾ ഏതൊക്കെയാണ്, ഇത് മാത്രമായിട്ട് നമ്മളോട് ചോദിക്കാം. ഇപ്പൊ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ഇങ്ങനെ 3 കോമ്പോണന്റ്സ് ആണ് നമ്മുടെ സ്ട്രാറ്റജിക് ഇന്റന്റിന് വരുന്നത്. അപ്പൊ എന്താ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്യൂച്ചർ പിക്ചർ ഓഫ് വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട് ടു ബിക്കം. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷന് ഫ്യൂച്ചറിൽ എന്താണ് ആവേണ്ടത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാവുമല്ലോ, ആ ഫ്യൂച്ചർ പിക്ചറിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ റീസൺ ഫോർ ദ ഓർഗനൈസേഷൻസ് എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ബിസിനസ് പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓർഗനൈസേഷൻസ് നിലനിൽക്കുന്നത്, അതിന്റെ ബിഹൈൻഡിലുള്ള അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് മിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ആണ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ വിഷനും മിഷനും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേമിലോട്ട് എന്ത് അച്ചീവ് ചെയ്യണു എന്നുള്ളതാണ് 3 കോമ്പോണന്റ്, വിഷൻ, മിഷൻ, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഈസ് എ സ്ട്രാറ്റജിക് പ്ലാൻ ഫോർമുലേറ്റഡ്, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ നമ്മൾ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യണേ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ആദ്യം എന്താണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ ലോങ് ടേം ആക്ഷൻ പ്ലാൻ പ്രിപ്പയർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലോങ് ടേം ആക്ഷൻ പ്ലാനിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്.
പറയുന്നത് ദ ഫോർമുലേഷൻ ഓഫ് എ സ്ട്രാറ്റജിക് പ്ലാൻ ഇൻവോൾവ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് ഫോർമുലേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് ഇന്റന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിഫൈൻ ചെയ്യണം. അപ്പൊ വിഷൻ എന്താ നമ്മൾ പറഞ്ഞു, നമുക്ക് എന്താവണം ഫ്യൂച്ചറിൽ. മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ടാർഗറ്റ് എന്തൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്ട്രാറ്റജിക് ഫോർമുലേഷന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സ്ട്രാറ്റജിക് അനാലിസിസ് നടത്തുക. നമ്മുടെ എൻവയോൺമെന്റൽ സ്കാനിങ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ ഇവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റും അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റും അത് രണ്ടും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിക് അനാലിസിസിനകത്ത് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സ് ആൻഡ് കാപ്പബിലിറ്റീസ് എക്സാമിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും ഇന്റേണൽ അനാലിസിസിനകത്ത് വരുന്നുണ്ടാവുക. എന്നാൽ എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ആണ്. അതൊരു സോട്ടാണ്. സോട്ട് എന്ന് പറയുമ്പോൾ എന്താ? സ്ട്രെങ്ത്, വീക്ക്നെസ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ത്രെഡ് ആണ്. അപ്പൊ അതിൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വരുന്നത് ഇന്റേണലും ഓപ്പർച്യൂണിറ്റി ത്രെഡും വരുന്നത് എക്സ്റ്റേണൽ അനാലിസിസിലുമാണ്. അപ്പൊ ഈ എക്സ്റ്റേണൽ അനാലിസിസിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പെസൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് അറ്റ് ഡിഫറെന്റ് ലെവലാണ്. നമ്മൾ ഡിഫറെന്റ് ലെവൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? കോർപ്പറേറ്റ് ലെവൽ പഠിച്ചു, അതേപോലെ തന്നെ ബിസിനസ് ലെവൽ പഠിച്ചു, അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഫംഗ്ഷണൽ ലെവൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ബിസിനസ് ലെവലിലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ലെവലിലും ഫംഗ്ഷണൽ ലെവലിലും എന്ത് ചെയ്യുക? സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവരിക. അത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് അറ്റ് ഡിഫറെന്റ് ലെവൽ എന്ന് പറഞ്ഞു. അപ്പൊ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പ് മാനേജ്മെന്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതാണ് കോർപ്പറേറ്റ് ലെവല്. ബിസിനസ് ലെവൽ ആവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഫംഗ്ഷണൽ ലെവൽ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അതുവരെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രാറ്റജിക് അൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് അൾട്ടർനേറ്റീവുകൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു ആ ഓപ്പർച്യൂണിറ്റി ത്രെട്ടൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്ട്രാറ്റജിക് ഓപ്ഷൻസിനെയും ഇവാലുവേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യണം. അപ്പൊ നമ്മുടെ സ്പെഷ്യലൈസേഷൻ, ബ്രാൻഡിങ്, പ്രൈസിങ്, ടെക്നോളജിക്കൽ ലീഡർഷിപ്പ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, കോസ്റ്റ് പൊസിഷൻ തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ചോയ്സ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ അൾട്ടർനേറ്റീവ്സും നോക്കിയിട്ട് അത് കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഏതാണ് എന്ന് സെലക്ട് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ അകത്ത് വരുന്ന സ്ട്രാറ്റജി പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രാറ്റജിക് ഇന്റന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അവിടെ നമ്മൾ പറഞ്ഞ വിഷനും മിഷനും ഒബ്ജക്റ്റീവ് ഒക്കെ വരും. പിന്നെ നമ്മൾ സ്ട്രാറ്റജിക് അനാലിസിസ് നടത്തണം. പിന്നെ സ്ട്രാറ്റജീസ് ഓരോ ലെവലിലും നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. അതിൽ സ്ട്രാറ്റജിക് അൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യണം. അവിടെ സ്ട്രാറ്റജിക് ചോയ്സ് കൊണ്ടുവരണം. ഓക്കെ, സോ അത്രയാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വേരിയസ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഗ്ലോബൽ മാർക്കറ്റ് വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോരാഞ്ഞിട്ട് നമ്മൾ ഇനി മറ്റ് കൺട്രീസിലോട്ട് കൂടെ പോയിട്ട് നമുക്ക് മാർക്കറ്റ് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം, ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ വെൻ ആൻ ഓർഗനൈസേഷൻ ഡിസൈഡ് ടു എൻ്റർ എ ഫോറിൻ മാർക്കറ്റ് ഇറ്റ് മസ്റ്റ് ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് എൻട്രി. അല്ലെ, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഫോറിൻ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു രീതി ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ചോയ്സ് എടുക്കുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. റിസ്ക്, ഇൻവെസ്റ്റ്മെന്റ്, കൺട്രോള്, മാർക്കറ്റ് കണ്ടീഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചോയ്സ് വരുന്നത്. അപ്പൊ അതിലെ ഓരോ എൻട്രി മോഡിനും ഡിഫറെന്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റും റിസോഴ്സസുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. എന്താണ് എക്സ്പോർട്ടിംഗ്? എന്താ എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് എൻറ്ററിങ് ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. അല്ലെ, നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ്സിലോട്ട് എൻ്റർ ചെയ്യാനുള്ള നമ്മുടെ ഒരു ട്രഡീഷണൽ മെത്തേഡാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ഇൻ ദ ഹോം കൺട്രി ആൻഡ് സോൾഡ് ഇൻ ഫോറിൻ കൺട്രി. അല്ലെ, ഇപ്പൊ നമ്മുടെ ഹോം കൺട്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കും, എന്നിട്ട് നമ്മളത് ഫോറിൻ കൺട്രിയിലോട്ട് സെല്ല് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എക്സ്പോർട്ടിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു രീതിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ലൈസൻസിങ് ആണ്. നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള രണ്ടാമത്തെ
രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് ലൈസൻസിങ് ആണ്. അപ്പൊ എന്താ ഈ ലൈസൻസിങ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ഇൻ വിച്ച് വൺ കമ്പനി അലൗ അനദർ കമ്പനി ടു യൂസ് ഇറ്റ്സ് പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ടെക്നോളജി ഓർ പ്രൊഡക്ഷൻ മെത്തേഡ് ഫോർ എ ഫീ. എന്താ പറയണത്? അതായത് ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പാർട്ടീസ് ആണ് ഉണ്ടാവുക. ലൈസൻസർ ഉണ്ടാവും, അതേപോലെ തന്നെ ലൈസൻസി ഉണ്ടാവും. ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ലൈസൻസർ പറയാണ് ഞങ്ങളുടെ കയ്യിലുള്ള, അപ്പൊ ഞങ്ങൾ അവരുടെ പാറ്റന്റോ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച് സക്സസ് ആയിട്ട് ഒരു ടെക്നോളജിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് ലൈസൻസിക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അല്ല കേട്ടോ, ഇതിന് പകരമായിട്ട് ഈ ലൈസൻസി എന്ത് ചെയ്യണം, ലൈസൻസർക്ക് ഒരു ഫീസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എഗ്രിമെന്റ് ആണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ജോയിന്റ് വെഞ്ചേഴ്സ് ആണ്. ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോംഡ് വെൻ 2 or more കമ്പനീസ് ക്രിയേറ്റ് എ ന്യൂ ബിസിനസ് എൻറ്റിറ്റി ടു അച്ചീവ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ രണ്ട് ബിസിനസ് ഫേമുകൾ ഉണ്ട്. ഇപ്പൊ രണ്ട് ബിസിനസ് ഫേം ആണെന്നുണ്ടെങ്കിൽ രണ്ടിന് കോമൺ ഒബ്ജക്റ്റീവാ വരണം. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു പുതിയ കമ്പനി ആയിട്ട് ഫോം ചെയ്തിട്ട് അവർ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അവിടെ എന്താ ചെയ്യണം, ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് ഓർ അക്വയറിംഗ് ബിസിനസ് ഫെസിലിറ്റീസ് ഇൻ എ ഫോറിൻ കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഫെസിലിറ്റി അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പുതിയത് പോയിട്ട് സ്ഥാപിക്കുക. അതാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചർ പറയുന്ന സമയത്ത് അതിന് ഹൈ ലെവൽ ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കും, സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ടാവും. അവിടെ നമ്മൾ ക്യാപിറ്റൽ, ടെക്നോളജി, ആളുകളെയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വരുന്നത് ലോങ് ടേം കോൺട്രാക്റ്റിലൂടെയാണ്. ലോങ് ടേം കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു പീരീഡ്, ഇപ്പോൾ ഒരു 10 വർഷത്തേക്ക് നിങ്ങൾ എന്റെ ബിസിനസ് നോക്കിക്കോളൂ എന്ന് നമ്മളോട് ഒരു ഫോറിൻ കമ്പനി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് കയറാം. പിന്നെ വരുന്നത് സ്ട്രാറ്റജിക് അലിയൻസിലൂടെയാണ്. അതൊരു പാർട്ട്ണർഷിപ്പ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ 2 or more കമ്പനീസ് ദാറ്റ് എഗ്രി ടു ഷെയർ റിസോഴ്സസ്, സ്കിൽ ഓർ ടെക്നോളജി ടു അച്ചീവ് കോമൺ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 or അതിലധികമോ കമ്പനീസ് ചേർന്ന് നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. അതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റിസോഴ്സ് ആയിക്കോട്ടെ, സ്കിൽ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, അതൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു സ്ട്രാറ്റജിക് അലിയൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ 6 രീതികളിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഷോർട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് റിസോഴ്സ് ബേസ്ഡ് വ്യൂ, അതേപോലെ തന്നെ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക്, ഇത് രണ്ടിനെ കുറിച്ചിട്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ RBV അഥവാ റിസോഴ്സ് ബേസ്ഡ് വ്യൂ എന്താന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൺസെപ്റ്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് an organization success depends on its internal resources and capabilities. These resources may include skilled employees, technology, finance, brand reputation and നോളജ്. അതായത് RBV അഥവാ റിസോഴ്സ് ബേസ്ഡ് വ്യൂവിലകത്ത് എന്താ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ഇന്റേണൽ റിസോഴ്സസിനെയും ക്യാപ്പബിലിറ്റീസിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമുക്ക് നല്ല എംപ്ലോയീസ് ഉണ്ടോ, നല്ല ടെക്നോളജി നമ്മുടെ ബിസിനസ്സിനകത്ത് ഉണ്ടോ, നമുക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സക്സസ് ആസ് എ ബിസിനസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് പ്യുവർലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇന്റേണൽ റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. അതാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂവിനകത്ത് പറയുന്നത്. ഈ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് വാസ് ഡെവലപ്ഡ് ബൈ മിഷേൽ പോർട്ടർ ആൻഡ് എക്സ്പ്ലെയിൻസ് ഹൗ എ കമ്പനി ക്രിയേറ്റ്സ് വാല്യൂ ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ് ത്രൂ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അപ്പൊ ഈ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മിഷേൽ പോർട്ടർ ആണ്. അദ്ദേഹം എന്താ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പനീസ് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കസ്റ്റമേഴ്സിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വാല്യൂ ചെയിൻ ഫ്രെയിംവർക്കിനകത്ത് മിഷേൽ പോർട്ടർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമുക്കിപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് മാർക്കറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അത് ഡെലിവറി ചെയ്യുമ്പോഴാണെങ്കിലും ആഫ്റ്റർ സെയിൽസിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ. എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി കസ്റ്റമേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നമ്മുടെ മിഷേൽ പോർട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് എന്ത് എന്ന് പറയുന്നത്, വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട്സ് ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ.
സോ അതാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ബാക്കിയൊക്കെ ചോദിച്ചത് തന്നെയാണ് കേട്ടോ, എന്നാലും ഇത് അതുകൊണ്ടാണ് എടുത്തത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഇപ്പൊ ഇതൊക്കെ സ്ട്രാറ്റജീസുമായിട്ട് എന്താ പറയുക അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടും സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ എന്തായാലും കിട്ടും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റ്ലീസ്റ്റ് എന്താണ് സ്ട്രാറ്റജി, എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ദ സിസ്റ്റം ബൈ വിച്ച് കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. അതായത് നമ്മുടെ കമ്പനീസ് എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതിന്റെ ബിഹൈൻഡിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്പനീസ് എങ്ങനെ ഡയറക്റ്റഡ് ആവണം, എങ്ങനെ കൺട്രോൾ ആവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 5 മോഡൽസ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജപ്പാനീസ് മോഡൽ, ഫാമിലി ബേസ്ഡ് മോഡൽ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ മോഡൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എന്താന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതിന്റെ പേരും. അപ്പൊ അതിൽ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് മോഡൽ ഈസ് വൈഡ്ലി ഫോളോ ഔട്ട് ഇൻ കൺട്രീസ് സച്ച് ആസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യുണൈറ്റഡ് കിങ്ഡം. UK, US ഒക്കെയാണ് ഈ ഒരു ആംഗ്ലോ അമേരിക്കൻ മോഡൽ കാര്യമായിട്ട് അവരാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു മോഡലിൽ പറയണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ ഹോൾഡേഴ്സ് ആർ കൺസിഡർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡർ വെൽത്ത്. അപ്പൊ ഈ ആംഗ്ലോ അമേരിക്കൻ മോഡലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡർ. അപ്പൊ അവരുടെ വെൽത്ത് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരേണ്ടത്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരേണ്ടത് എന്നാണ് ഈ ഒരു ആംഗ്ലോ അമേരിക്കൻ മോഡലിനകത്ത് പറയുന്നത്. അപ്പൊ ദ കമ്പനി ഈസ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇലക്ടഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡർ ഇൻട്രസ്റ്റ് ആർ കീ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മോഡൽ. അപ്പൊ ഈ മോഡലിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഏതൊരു ഓർഗനൈസേഷനും കൂടുതൽ ഫോക്കസ് ആർക്ക് കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. കാരണം നമ്മൾക്കറിയാം ഒരു ബിസിനസ്സിനോട്ട് നമുക്ക് ഫണ്ട് തരുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ മാക്സിമം റിട്ടേൺ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ ഒരു മോഡലിനകത്ത് പറയുന്നത്. അതാണ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ. ഇനി ജർമ്മൻ മോഡൽ ആവുന്ന സമയത്ത്, ദിസ് മോഡൽ ഫോളോ എ 2-tier ബോർഡ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ മാനേജ്മെന്റ് ബോർഡ് ആൻഡ് എ സൂപ്പർവൈസറി ബോർഡ്. ഓക്കെ, അപ്പൊ ഈ ജർമ്മൻ മോഡൽ ആവുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് ബോർഡുകളാണ് ഉണ്ടാവുക. 2-tier ബോർഡാണ് ഉണ്ടാവുക. ഒരു മാനേജ്മെന്റ് ബോർഡും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു സൂപ്പർവൈസറി ബോർഡും ഉണ്ടാവും. ഇറ്റ് കൺസിഡർ ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല, ഇവിടെ നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെയും അതേപോലെ തന്നെ എംപ്ലോയീസിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും മറ്റ് നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ പാർട്ടീസിന്റെയും ഇൻട്രസ്റ്റിനെ നമ്മൾ എവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും ഈ ഒരു ജർമ്മൻ മോഡലിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഇനി ജപ്പാനീസ് മോഡൽ ആവുന്ന സമയത്ത്, ദിസ് മോഡൽ എംഫസൈസസ് ലോങ് ടേം റിലേഷൻഷിപ്പ് എമംഗ് കമ്പനീസ്, ബാങ്ക്സ്, എംപ്ലോയീസ് ആൻഡ് സപ്ലയേഴ്സ്. നമ്മുടെ ബാങ്ക് ആയിട്ട്, കമ്പനീസ് ആയിട്ട്, എംപ്ലോയീസ് ആയിട്ട്, സപ്ലയേഴ്സ് ഒക്കെ ആയിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിന് എംഫസൈസസ് കൊടുക്കുന്ന മോഡലാണ് എന്തെന്ന് പറയുന്നത്, ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് ഈസ് ബേസ്ഡ് ഓൺ കോപ്പറേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ റാദർ ദാൻ ഫോക്കസിംഗ് ഓൺലി ഓൺ ഷെയർ ഹോൾഡർ പ്രോഫിറ്റ്. അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം എന്ത് ചെയ്യണ്ട, കൺസിഡർ ചെയ്യണ്ട, നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യണം. നമ്മുടെ കമ്പനീസിനെയും ബാങ്കിനെയും എംപ്ലോയിനെയും സപ്ലയർ, ഇവരൊക്കെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ടീമുകളാണ്. അപ്പൊ ഇവരെല്ലാവരും കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ജപ്പാനീസ് മോഡലിനകത്ത് പറയുന്നത്. പിന്നെ വരുന്നത് ഫാമിലി ബേസ്ഡ് മോഡലാണ്. ഈ ഒരു മോഡലില് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ദ കമ്പനി ആർ കോൺസെൻട്രേറ്റഡ് വിത്തിൻ എ ഫാമിലി. ഒരു ഫാമിലിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ഓണർഷിപ്പും കൺട്രോളും ഒക്കെ, കമ്പനിയുടെ ഓണർഷിപ്പും കൺട്രോളും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക ഒരു ഫാമിലിയിലായിരിക്കും. ഫാമിലി മെമ്പേഴ്സ് യൂഷ്വലി ഹോൾഡ് എ കീ മാനേജ്മെന്റ് പൊസിഷൻസ് ആൻഡ് മേക്ക് എ മേജർ ബിസിനസ് ഡിസിഷൻസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫാമിലിയാണ് മെയിൻ ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവുക. അത് കുറച്ചും കൂടെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇത് കോമൺ ആയിട്ടുള്ളത്. ലാസ്റ്റ് വൺ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ മോഡലാണ്.
This model focus on balancing the interest of all stakeholders, including employees, customers, suppliers, shareholders and society. അല്ലേ? അപ്പോൾ നമ്മളുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും, അതായത് എംപ്ലോയീസിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ, സപ്ലയേഴ്സിൻ്റെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ, സൊസൈറ്റിയുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് സ്റ്റേക്ക് ഹോൾഡർ മോഡൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടൊരു ഗ്രോത്തും ലോങ് ടേം സക്സസും നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ മോഡൽ എന്ന് പറയുന്നത്. ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജാപ്പാനീസ് മോഡൽ, ഫാമിലി ബേസ്ഡ് മോഡൽ, അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ മോഡൽ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു MMPC 012 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മളത് വെയിറ്റിംഗ് ആണ്, നല്ല നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.